സ്വിഫ്റ്റ് ഡിസയർ നമ്മൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ്. കുറേ ആൾക്കാർ യൂട്യൂബിൽ കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഞാനൊരു വീഡിയോ ഇടാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ. സ്വിഫ്റ്റ് ഡിസയർ കോൺട്രാജക്റ്റ് എഞ്ചിൻ, ഡീസലാണ് വണ്ടി. നമ്മൾക്ക് വന്നിരിക്കുന്നത് കോൺട്രാജക്റ്റ് എഞ്ചിനാണ്. എല്ലാ സ്വിഫ്റ്റ് ഡിസയറിനും കോൺട്രാജക്റ്റ് എഞ്ചിനാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് അതിൻ്റെ എഞ്ചിൻ എത്ര കിലോമീറ്റർ നമ്മൾ ഇത് ഓടിയിട്ടുണ്ടെന്ന് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യുക. ഒരു 1,30,000 ഒന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ ഏകദേശം 44,400 ഓടിയിട്ടുണ്ട് ഈ വണ്ടി. ഫസ്റ്റ് നമുക്ക് എഞ്ചിനൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എഞ്ചിൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നമ്മൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൽ ലൈറ്റോ കാര്യങ്ങളോ, അതായത് എഞ്ചിൻ ലൈറ്റോ അതല്ലെങ്കിൽ ഓയിൽ ലൈറ്റോ കാര്യങ്ങളൊക്കെ വരണോ ചെക്ക് ചെയ്യണം ജസ്റ്റ്. അതിനുശേഷം നമുക്ക് ബോണറ്റ് ഒന്ന് തുറന്നു നോക്കാം. ബോണറ്റ് നമ്മൾ തുറന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് നോക്കേണ്ടത് എഞ്ചിൻ്റെ കൂളൻ്റ് ചെക്ക് ചെയ്യുക. എഞ്ചിൻ്റെ കൂളൻ്റിൻ്റെ ക്യാപ്പ്, അതായത് ടെമ്പറേച്ചർ ഉള്ള ടൈമിൽ ഇത് ഓപ്പൺ ചെയ്യരുത്. നോർമൽ ടെമ്പറേച്ചറിൽ ഈ ക്യാപ്പ് ഓപ്പൺ ചെയ്യാം. ക്യാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇതിലുള്ള കൂളൻ്റ് ഒരു ഗ്രീൻ കളർ കൂളൻ്റ് സാധാരണ വരുന്നത്. അപ്പോൾ അത് ആ കൂളൻ്റിൻ്റെ ഉള്ളിൽ കലക്കില്ല, അതായത് വേറെ എന്തെങ്കിലും അഴുക്കോ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അത് റീമാർക്കാണ്. അതിനുശേഷം നമ്മൾ എഞ്ചിൻ്റെ ലെവൽ, എഞ്ചിൻ്റെ ഓയിൽ ലെവൽ ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ഓയിൽ ഡിസ്റ്റിക് കാണാം. അതായത് ഒരു കണ്ടിന്യൂ സർവീസ് ചെയ്യുന്ന ഒരു വണ്ടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ ഓയിലിൻ്റെ ഒരു വിസ്കോസിറ്റി നോക്കണമെങ്കിൽ ഇതിപ്പോൾ വലിയ പഴക്കമൊന്നുമില്ലാത്ത ഓയിലാണ്. പിന്നെ വേറെ ബ്ലാക്ക് ആയിട്ട് ഡസ്റ്റോ കാര്യങ്ങളൊന്നും തോന്നണില്ല. പിന്നെ അടുത്ത് വരുന്നതാണ് ബ്രേക്ക് ഓയിൽ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇന്നോവ ആയാലും സ്വിഫ്റ്റ് ഡിസയർ ആയാലും .4 ബ്രേക്ക് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ റെഡ് ബ്രേക്ക് ഓയിൽ ഒരിക്കലും ഒഴിക്കരുത്. അങ്ങനെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് ലോക്കൽ ഗാരേജിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. പിന്നെ ഇതിൻ്റെ ബാറ്ററി വേണമെങ്കിൽ, ചെറിയ വണ്ടി ആയതുകൊണ്ട് ബാറ്ററിയുടെ ഇയർ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഇപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ കാണിക്കും, ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൻ്റെ ടോപ്പിൽ കാണിച്ചിട്ടുണ്ട് 2017 മോഡൽ ബാറ്ററിയാണ്. ഇപ്പോൾ പഴക്കമില്ലാത്ത ബാറ്ററിയാണ് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അതിനുശേഷം ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടാണ്. അതിനുശേഷം നമ്മൾ ഓയിലിൻ്റെ ഡിസ്റ്റിക് ഉണ്ടല്ലോ, ഓയിലിൻ്റെ ഡിസ്റ്റിക് സ്റ്റാർട്ടിങ് ടൈമിൽ ഇതേപോലെ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതേപോലെ ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ എൻജിൻ വല്ല ഡീകംപ്രഷനുള്ള എൻജിനാണെങ്കിൽ ജസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഈ ഡിസ്റ്റിക് ഉണ്ടല്ലോ, ഒന്ന് ഈ ഡിസ്റ്റിക്കൂടെ സ്മോക്ക് അല്ലെങ്കിൽ ഓയിൽ ഇങ്ങനെ പുറത്തേക്ക് തെറിക്കും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ വണ്ടി കുഴപ്പമില്ല, നമുക്ക് റിട്ടേൺ ഇടാം. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് വണ്ടിയുടെ ബോഡി ഓരോ ഗ്യാപ്പുകൾ നമ്മുടെ ക്വാർട്ടർ പാനലും ഗ്യാപ്പ് ഈക്കളണം ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഗ്യാപ്പുകൾ, ഡോറിൻ്റെ ഈ ഗ്യാപ്പുകൾ ഈക്കളണം ചെക്ക് ചെയ്യുക. അതിനുശേഷം ഡോർ ഓപ്പൺ ചെയ്തിട്ട് പാസ്റ്റിംഗ് ചെക്ക് ചെയ്യുക. ഇതേപോലെ 4 ഡോർ പാസ്റ്റിംഗ് ചെക്ക് ചെയ്യുക. പിന്നെ ഈ വണ്ടിക്ക് സ്വിഫ്റ്റിന് ചെക്ക് ചെയ്യേണ്ട ഒരു മെയിൻ കാര്യമാണ് നമ്മളുടെ ഓപ്പൺ ചെക്ക് ചെയ്യണത്. നമ്മളുടെ ഈ ഭാഗം ഉണ്ടല്ലോ, ഗ്ലാസ്സിന് ടോപ്പുള്ള ഈ റൂഫിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം തുരുമ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. കുറേ വണ്ടികൾക്ക് ഈ ഭാഗത്ത് തുരുമ്പ് വന്നിട്ട് ലീക്ക് വരാറുണ്ട്. 1 ലക്ഷം കഴിഞ്ഞ 1.5 ലക്ഷം കഴിഞ്ഞ വണ്ടിക്കൊക്കെ. അപ്പോൾ അത് നമ്മൾ മെയിനായിട്ടും ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഡിക്കി, ഡിക്കിയിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ താഴ്ഭാഗത്ത് ഉള്ള പാസ്റ്റിങ്ങും ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഈ ഭാഗത്ത് തുരുമ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഈ ഹോൾസ് വന്നല്ലേ, ഈ വെള്ളം പോകാനുള്ള ഹോൾസാണ് ഈ വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഇത് എയർബും പോകാനുള്ള ഹോൾസാണ്. അപ്പോൾ അവിടെ തുരുമ്പ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ തുരുമ്പ് ചെക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഗ്ലാസിൻ്റെ കോർണർ ഭാഗങ്ങളിൽ തുരുമ്പ് ചെക്ക് ചെയ്യണം.
അതുപോലെ നമ്മളുടെ സ്റ്റെപ്പിന് വയ്ക്കുന്ന ഭാഗങ്ങൾ വണ്ടി അഥവാ ബാക്ക് അങ്ങനെ തട്ടിയിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പിന് ഭാഗങ്ങളുടെ അടിഭാഗത്ത് നമ്മളൊന്ന് ചെക്ക് ചെയ്യാം. അടിഭാഗത്ത് അതായത് നമ്മുടെ ഡെൻറ്റിങ് വർക്ക് വല്ല പാച്ച് വർക്കോ കാര്യങ്ങളോ കത്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇതിൻ്റെ ഉൾഭാഗത്ത് കാണാം ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ തുരുമ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഈ വണ്ടി നമ്മൾക്ക് പുറമേ നോക്കുമ്പോൾ അപാകതയും കാര്യങ്ങളില്ല. പക്ഷേ ഇപ്പോൾ ടോട്ടൽ ലോസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വണ്ടി ആണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ ഉണ്ട്. നമ്മളുടെ ഈ ബീഡിങ് ഉണ്ടല്ലോ, ഈ ബീഡിങ് നമ്മൾ ഇതേപോലെ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ഫിനിഷിങ് ഉണ്ടല്ലോ, ഈ ഒരു ഫിനിഷിങ് നമ്മൾ എല്ലാ ഫ്രണ്ടിലെ രണ്ട് ഭാഗത്തും നോക്കാം. റൂഫിൽ ഇരുന്നിട്ടുള്ള വണ്ടിയാണെങ്കിൽ ഈ ഒരു ഫിനിഷിങ് നമുക്ക് ഉണ്ടാവില്ല. അതായത് ചെറിയൊരു തോതിലെങ്കിലും പൊട്ടി വന്നിരിക്കും. ഒരു ടാക്ക് ചെയ്താണ് ആ ഒരു ഇത് മാത്രമേ ഈ വണ്ടിക്ക് ഉള്ളൂ. അപ്പോൾ അത് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഈ വണ്ടി നമുക്ക് പുറമേ നോക്കുമ്പോൾ ടോട്ടൽ ലോസ് അല്ല നമുക്ക് മനസ്സിലാവും. പക്ഷേ അങ്ങനെ ഉള്ള കംപ്ലൈൻ്റ് ഉള്ള വണ്ടി എന്ന് നമുക്ക് തോന്നണമെങ്കിൽ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബീഡിങ് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി, നമുക്ക് ഓപ്പൺ ചെയ്ത് കിട്ടും. അപ്പോൾ ഇതേപോലെ അറിയാൻ പറ്റും നമുക്ക്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി തന്നെ ഗ്ലാസിൻ്റെ ഇയർ നമ്മൾ ചെക്ക് ചെയ്യാം. ഈ വണ്ടിയുടെ ഇയർ കൊടുത്തിരിക്കുന്നത് കോഡാണ് കൊടുത്തിരിക്കുന്നത്. BE എന്ന് പറഞ്ഞൊരു കോഡാണ് കൊടുത്തിരിക്കുന്നത്. ഇത് 2014 മോഡൽ വണ്ടിയാണ്. പക്ഷേ അതിൽ കൊടുത്തിരിക്കുന്നത് BE എന്ന് പറഞ്ഞൊരു കോഡാണ്. അപ്പോൾ ഈ BE എന്ന് പറഞ്ഞ കോഡ് എല്ലാ ഗ്ലാസ്സുമേയും സെയിം ആണോ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ ഗ്ലാസ് ആയാലും ഈ ഗ്ലാസ് ആയാലും ഫ്രണ്ട് ഗ്ലാസ് ആയാലും അപ്പോൾ അതിൻ്റെ കോഡ് എല്ലാ ഗ്ലാസ്സും സെയിം ആണെന്ന്. പിന്നെ അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് മെയിൻ കാര്യം ഇൻറ്റീരിയർ. നമ്മൾ ഈ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ടത് നമ്മളുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ വൃത്തിയാണോ എന്നുള്ളതാണ്. നമ്മളത് റീപെയിൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും നമ്മൾക്ക് അതൊരു ക്ലീൻ അല്ലെങ്കിൽ അതൊരു നല്ല ഇതല്ല. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഇൻറ്റീരിയർ മൊത്തത്തിൽ നമ്മൾ നല്ല രീതിയിലാണോ എന്ന്, അതായത് ഓരോ ഗ്യാപ്പും കാര്യങ്ങളായാലും ഇരിക്കുന്ന ഒരു ഇതൊക്കെ ഈ ലൈനായാലും ഇതിന് വല്ല പൊട്ടലോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. പാനലുകൾക്കായാലും AC വിൻഡോസിനായാലും അപ്പോൾ ഹാൻഡ് ബ്രേക്ക് അങ്ങനെ ഉള്ള സീറ്റ് കവർ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വലിയത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തില്ലെങ്കിലും ഇൻറ്റീരിയറിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഇപ്പോൾ ഡോർ പാഡ്, ഡാഷ്ബോർഡ്, സ്റ്റീരിംഗ് വീൽ അങ്ങനെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നീറ്റാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. റൂഫ് നമുക്ക് ക്ലീൻ ചെയ്യാനും പറ്റുള്ളൂ. ടയറാണ്, ടയറിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യാം. ഇതിപ്പോൾ റെഗുലറായിട്ട് അലൈൻമെൻറ്റ് ചെയ്യാത്ത വണ്ടിയാണെങ്കിൽ അറിയാം, ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഒരു സൈഡ് ഭാഗം ചെത്തി പോവും. അപ്പോൾ ഈ ടയർ പുത്തൻ ടയറാണ്, ഇതിന് യാതൊരു കംപ്ലൈൻറ്റ് ഇല്ല. അപ്പോൾ ടയറിന് കംപ്ലൈൻറ്റ് വരുന്നത് ഈ വണ്ടിക്കായാലും ഒരു സൈഡ് വൺ സൈഡ് തേമാനം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. വൺ സൈഡ് തേമാനുള്ള ടയറാണെങ്കിൽ അതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങൾക്കും ചെറിയ തോതിലുള്ള കംപ്ലൈൻറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അണ്ടർ ബോഡി തുരുമ്പുണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് ഞാനന്ന് പറഞ്ഞ മാതിരി ഫോണിൻ്റെ സെൽഫി മോഡ് ഇട്ടിട്ട് നമ്മൾ ഇതേപോലെ ഫോൺ ഇത് ചെയ്യുന്നെങ്കിൽ നമുക്ക് റണ്ണിങ് ബോർഡിൻ്റെ തുരുമ്പോ കാര്യങ്ങൾ നമുക്ക് അങ്ങനെ അറിയാൻ പറ്റും. അപ്പോൾ റണ്ണിങ് ബോർഡിൻ്റെ തുരുമ്പാണ് സാധാരണ ഈ സഡാൻ ടൈപ്പ് മോഡൽ വണ്ടികൾക്ക് വരാറുള്ളത്. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യാം. അതേപോലെ തന്നെ സെൻട്രൽ ഭാഗം പാനൽ, അതായത് ഫ്രെയിം പോണ്ട്, ആ ഫ്രെയിം വല്ല ഇമ്പാക്റ്റ് അടുത്ത നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി റണ്ണിങ് ചെയ്യുമ്പോൾ ഉള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ റണ്ണിങ് ടൈമിൽ വല്ല സ്റ്റിയറിംഗ് വല്ല നോയ്സോ അല്ലെങ്കിൽ സസ്പെൻഷൻ നോയ്സോ എന്തെങ്കിലും ഉണ്ടോന്നും, പിന്നെ ബ്രേക്കിംഗ് പെർഫെക്റ്റ് ആണോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വണ്ടി എല്ലാ ഗിയറിട്ട് ഓടിച്ചു നോക്കാം. അതേപോലെ തന്നെ നമ്മളുടെ സ്റ്റിയറിങ് ഷിവർ ചെയ്ത് നോക്കാം, വല്ല സൗണ്ടോ കാര്യങ്ങളോ വരുന്നുണ്ടോയെന്ന്. സ്റ്റിയറിങ്ങിൻ്റെ ഗിയർ ബോക്സിന്, അതായത് സ്റ്റിയറിങ്ങിൻ്റെ റാക്കിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ടിക്ക് 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 എന്ന് പറഞ്ഞൊരു അടി സ്റ്റിയറിങ് നമുക്ക് വരും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ ഇതേമാതിരിയുള്ള വീഡിയോസ് ഇനിയും നമ്മൾ വരുന്നതാണ്. ഓട്ടോമൊബൈൽ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും ഇനിയും വരുന്നതാണ്. അതേപോലെ തന്നെ ഷെയറും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ.